നമസ്കാരം, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെയൊക്കെ കണ്ടിന്യൂഷനായ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷനും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ പ്രധാന ആപ്ലിക്കേഷനാണ് ഹീറ്റ് എഞ്ചിൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയൽ ആയിട്ടൊരു എഞ്ചിനുണ്ട്, അതിനെ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയും. അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? കാർനോട്ട് എഞ്ചിൻ. ഓക്കെ ആണോ? ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ, അതിൽ ആദ്യത്തേത് കാർനോട്ട് എഞ്ചിനാണ്. ഇതിൽ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ബേസിക്കലി 4 പ്രോസസ്സുകളാണുള്ളത്. നിങ്ങൾക്കറിയാലോ ഐസോതെർമൽ പ്രോസസ്സ് എന്താണെന്ന് അറിയാലോ, അഡയാബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് അറിയാലോ. ആ 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്കിതാ ഈ പോർഷൻ സിമ്പിളായിട്ട് ഇങ്ങ് വരും. അതിലാദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ എന്ന് വെച്ചാൽ മാക്സിമം എഫിഷ്യൻസിയുള്ള, മാക്സിമം പൊട്ടൻഷ്യലുള്ള, നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്തതെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരു തരത്തിലുള്ള ഡ്രോബാക്കും ഇല്ല. അതിനെ നമുക്ക് ഐഡിയൽ എന്ന് വിളിക്കാം, അല്ലേ? ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ വിച്ച് കനോട്ട് ബി മെയ്ഡ് ഇൻ റിയാലിറ്റി. യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്ത ഒരു ഐഡിയൽ ഒരു ഹീറ്റ് എഞ്ചിനാണ് എന്തോന്ന് പറയുന്നത്? കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിനാണ്, ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ഭാഗമാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് 4 പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഐസോതെർമൽ എക്സ്പാൻഷൻ പഠിക്കണം. ഐസോതെർമൽ എക്സ്പാൻഷൻ പഠിക്കണം. 2, അഡയാബാറ്റിക് എക്സ്പാൻഷൻ പഠിക്കണം. 3, ഐസോതെർമൽ കംപ്രഷൻ. 4, അഡയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ ആണോടാ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക, വേറൊന്നുമില്ല. ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഞാനൊരു പിസ്റ്റൺ എടുക്കുകയാണ്. ഓക്കെ ആണോടാ? പിസ്റ്റൺ എടുക്കുന്നു. പിസ്റ്റൻ്റെ 2 സൈഡുകളും ക്ലോസ്ഡ് ആണ്. ഇതൊരു പിസ്റ്റൺ ആണ്. ഇതിൻ്റെ 2 സൈഡുകളും ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഒരു സോഴ്സ് എടുക്കുകയാണ്. ഞാനൊരു സോഴ്സ് എടുക്കുകയാണ്. സോഴ്സിനെ ഞാൻ എസ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോടാ? എസ് എന്ന് വിളിക്കുന്നു. ഈ സോഴ്സിൻ്റെ ഈ 3 ഭാഗവും ഇൻസുലേറ്റഡ് ആണ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും സംഭവിക്കത്തില്ല. ഒരു ഭാഗത്തിൽ നിന്ന് മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കത്തുള്ളൂ. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഹീറ്റ് സോഴ്സ് ആണ്. ഹീറ്റ് നൽകുന്ന ഒരു സോഴ്സ് ആണ്. വളരെയധികം ടെമ്പറേച്ചർ, ഒരുപാട് ചൂട് നൽകുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിരുന്നു നമുക്ക് ഒരു കാര്യം വേണം. എന്താണ്? ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് വേണം. ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് വേണം. ഓക്കെ ആണോടാ? ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡാണ്. ഇൻസുലേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാത്തത്, ഹീറ്റിനെ കടത്തി വിടാത്ത ഒരു സ്റ്റാൻഡ് വേണം. ഒരു കാര്യം കൂടെ നമുക്ക് വേണം. എന്താ? സിങ്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാടാ സിങ്ക് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെ റെഫ്രിജറേറ്ററൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു സിങ്കാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറവ് ടെമ്പറേച്ചർ ഉള്ള ഒരു സോഴ്സ്. അതായത് ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സിങ്ക് എന്താ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തു, അതിനെയാണ് നമ്മൾ സിങ്ക് എന്ന് വിളിക്കുന്നത്. ഒരുപാട് നമുക്ക് അതിലേക്ക് തള്ളാം, എന്നാലും അത് നിറയത്തില്ല. ഹീറ്റിനെ നമ്മൾ എടുക്കുന്നതിനെ സോഴ്സ്, അതായത് അധികമായി ടെമ്പറേച്ചറുള്ള, ഒരുപാട് ചൂടുള്ള ഒരു വസ്തുവിനെ സോഴ്സ് എന്നും, ഒട്ടും തന്നെ ചൂടില്ലാത്ത വസ്തുവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിങ്ക് എന്ന് വിളിക്കാം. ഈ സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും 3 അറ്റവും എന്താണ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എന്തില്ല? ട്രാൻസ്ഫർ ഇല്ല. ഇവിടെയുള്ള നമ്മളെ പിസ്റ്റൻ്റെ 2 അറ്റവും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്തില്ല? ട്രാൻസ്ഫർ ഇല്ല. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഫസ്റ്റ് പ്രോസസ്സ്, ഓക്കെ ആണോ? അവിടെ ശ്രദ്ധിച്ചേ, പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്നാണ്. ഫസ്റ്റ് പ്രോസസ്സ് ഞാൻ ഈ നമ്മളെ പിസ്റ്റനെ എടുത്ത് എവിടെ വയ്ക്കുന്നതാ? സോഴ്സിൽ വയ്ക്കുന്നു. പിസ്റ്റനെ എടുത്ത് എവിടെ വയ്ക്കുന്നതാ? സോഴ്സിൽ വയ്ക്കുന്നു. ഈ പിസ്റ്റനകത്തുള്ളത് ഐഡിയൽ ഗ്യാസ് ആണ്. പിസ്റ്റനകത്തുള്ള എന്തോന്നാടാ? ഐഡിയൽ ഗ്യാസ് ആണ്. സോഴ്സിൽ വയ്ക്കുന്നു. ഈ സോഴ്സിൽ എന്തുണ്ട്? ഒരുപാട് ചൂടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഈ ചൂട് കാരണം എന്ത് ചെയ്യോടാ? ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ഗ്യാസ് എന്ത് ചെയ്യാൻ തുടങ്ങൂടാ? എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ ആണോ? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഹീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ ആണോ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്ത് ട്രാൻസ്ഫർ ഉണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐസോതെർമൽ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കോടാ? ഐസോതെർമൽ ആണ് ഫസ്റ്റ് പ്രോസസ്. ഐസോതെർമൽ എന്താ? ഇതെന്ത് ചെയ്യാണ്? ഹീറ്റ് കാരണം ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ടാ? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് എന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്തുവാടാ? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. സോഴ്സിൽ നിന്ന് എടുത്ത് മാറ്റി എവിടെ വെച്ചടാ? ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ എടുത്തു വെച്ചു. എവിടെ വെച്ചു? ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ എടുത്തു വയ്ക്കുന്നു. സ്റ്റാൻഡിൽ എടുത്തു വയ്ക്കുമ്പോൾ എന്ത് പറ്റും? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടോ അവിടെ? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിനെ ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല.
ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാതെ തന്നെ എന്ത് പറ്റുന്നുണ്ടോ, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ പറ്റുന്നത്, ടെമ്പറേച്ചറിന് മാറ്റം വരുന്നുണ്ടല്ലേ. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ ടെമ്പറേച്ചറിന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സോഴ്സിൽ വെക്കുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യും, ഹീറ്റ് കാരണം എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഹീറ്റ് കാരണം എന്ത് പറ്റുമോടാ, ഇത് എക്സ്പാൻഡ് ചെയ്യും, നമ്മളെ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. അടുത്തത് എന്താ, ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ഇവിടെ ഇല്ല. ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താ അത്, അഡയബാറ്റിക് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കോടാ, അഡയബാറ്റിക് എന്ന് വിളിക്കും. അഡയബാറ്റിക്. ഓക്കെ ആണോ. ഇവിടെ എന്താ പറ്റുന്നത്, ഇവിടെയും മേളിലോട്ട് തന്നെയാണ് പോകുന്നത് അല്ലേ. ഇതിനി കുറച്ച് സ്ഥലവും കൂടെ പൊങ്ങി പോകാനുണ്ട്, അതുകൊണ്ട് ഇത് മേളിലോട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതും എന്ത് തന്നെയാടാ, എക്സ്പാൻഷൻ തന്നെയാണ്. ഓക്കെ ആണോ. അപ്പോൾ രണ്ട് പ്രോസസ്സ് മനസ്സിലായില്ലേ. ആദ്യം എന്ത് നടക്കുന്നു, സോഴ്സിൽ കൊണ്ടുവയ്ക്കുന്നു. സോഴ്സിൽ കൊണ്ടുവയ്ക്കുമ്പോൾ പിസ്റ്റൺ ചൂട് കാരണം മേളിലേക്ക് ഉയരുന്നു, അതുകൊണ്ട് അത് എന്താ, ഐസോതെർമൽ എക്സ്പാൻഷൻ. രണ്ടാമത് ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കുന്നു. അവിടെ എന്ത് ട്രാൻസ്ഫർ ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. എന്നിരുന്നാലും അത് എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്തു പോവുകയാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചറിന് വ്യത്യാസം വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേടാ, അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വിളിക്കും. ഇനി ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന വസ്തുവല്ലേ, ഞാൻ ഇവിടെ വെച്ചു, ഇവിടെ ഇരിക്കുകയാണ്. അടുത്തത് എന്താ, ഇതിനെ എടുത്ത് ഞാൻ എവിടെ കൊണ്ടുപോകുന്നടാ, സിങ്കിൽ കൊണ്ടുവയ്ക്കുന്നു. എവിടെ കൊണ്ടുവയ്ക്കുന്നടാ, ഞാൻ സിങ്കിൽ കൊണ്ടുവയ്ക്കുന്നു. എവിടെ കൊണ്ടുവയ്ക്കുകയാണ്, ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന്റെ മുകളിൽ ഇരിക്കുന്നതിനെ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കുന്നു, സിങ്കിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്, ഇതിനകത്ത് ടെമ്പറേച്ചർ ഉണ്ടല്ലേ, ഇതിനകത്ത് നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യോടാ, ഇതുവഴി ഇതിലേക്ക് പോവും, സിങ്കിലേക്ക് പോവും. ഇതിൻ്റെ ഈ ഭാഗം, മേൽഭാഗം ഓപ്പൺ ആണല്ലേ, ഈ ഭാഗവും ഓപ്പൺ ആണ്. അപ്പോൾ എന്ത് പറ്റും, പിസ്റ്റൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് സിങ്കിലേക്ക് എന്ത് പറ്റുമോടാ, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പോൾ ഇത് ചൂട് കൂടുതലാണ്, അപ്പോൾ ചൂട് കുറഞ്ഞതിലേക്ക് എന്ത് പോവും, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ആ പ്രോസസ്സിനെ എന്ത് വിളിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, ഈ പിസ്റ്റൻ താഴേക്ക് വരും അല്ലടാ. ഇത് മേളിലേക്ക് പോയതിനെ നമ്മൾ എക്സ്പാൻഷൻ എന്ന് വിളിക്കുകയാണെങ്കിൽ താഴേക്ക് വരുന്നതിനെ എന്തെന്ന് വിളിക്കും, കംപ്രഷൻ എന്ന് വിളിക്കും. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് പ്രോസസ്സാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ ഐസോതെർമൽ എന്ന് വിളിക്കും. ഇവിടെ എന്താ ഐസോതെർമൽ, എന്താ സംഭവിക്കുന്നത്, ഇത് മേളിലേക്ക് എക്സ്പാൻഡ് ചെയ്താണോ പോകുന്നത്, അല്ല താഴേക്ക് വരികയാണ് അല്ലെ, താഴേക്ക് വരും. ഇതിങ്ങോട്ട് താഴോട്ട് ടെമ്പറേച്ചർ കുറയപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുമ്പോൾ ഇവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസ് താഴേക്ക് വരും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കോടാ, കംപ്രഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതെന്താടാ, തേർഡ് പ്രോസസ്സ് എന്താ, ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ ആണ് മൂന്നാമതായി സംഭവിക്കുന്നത്. ഓക്കെ ആണോടാ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്തിരിക്കുന്നത്, പിസ്റ്റൺ ഇരിക്കുന്നത്. ഉടനെ ഞാൻ അടുത്ത് എവിടെ വെക്കോടാ, പിന്നെയും ഇൻസുലേറ്റഡ് സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പിസ്റ്റനെ ഞാൻ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ എടുത്ത് വെക്കുന്നു. അവിടെ എന്താ, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ അല്ലേ, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ആ പ്രോസസ്സ് ഏതാ, അഡയബാറ്റിക് പ്രോസസ്സാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, ആ പ്രോസസ്സ് അഡയബാറ്റിക് ആണ്. ടെമ്പറേച്ചറിന് മാറ്റം വരുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ, ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെയും കണ്ടിന്യൂ ചെയ്ത് ഏറ്റവും താഴത്തെ പോയിന്റിൽ വരും. അപ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സ് ഏതാടാ, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സ് ഏതാ, അഡയബാറ്റിക് പ്രോസസ്സാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സ് അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അടുത്ത് എന്താ അതൊരു കംപ്രഷൻ ആണല്ലേ, താഴേക്ക് വരികയാണ്. അതിനെന്തെന്ന് വിളിക്കും, അഡയബാറ്റിക് കംപ്രഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേടാ. 4 പ്രോസസ്സ് ഏതൊക്കെയാ, ഐസോതെർമൽ എക്സ്പാൻഷൻ, ഇതിനടുത്ത് ഇവിടെ വയ്ക്കുമ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ, അടുത്തത് അഡയബാറ്റിക് എക്സ്പാൻഷൻ, മൂന്നാമത്തെ ഐസോതെർമൽ കംപ്രഷൻ, നാലാമത്തെ അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ അല്ലേടാ. ഇതൊരു കണ്ടിന്യൂസ് സൈക്കിളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. ആ സൈക്കിളിനെ കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കോടാ, കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാർനോട്ട് സൈക്കിളിലാണ്. കാർനോട്ട് സൈക്കിളിൽ നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമാണുള്ളത്. കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ കാർനോട്ട് എഞ്ചിൻ്റെ ഒരു സൈക്കിളാണ്. 4 പ്രോസസ്സ് ചേർന്ന സൈക്കിളാണ്. ഏതൊക്കെയാണ് 4 പ്രോസസ്സ്, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ അല്ലേടാ. ഇനി നോക്കൂ, എന്താ കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഐഡിയൽ റിവേഴ്സിബിൾ ക്ലോസ്ഡ് തെർമോഡൈനാമിക് സൈക്കിൾ. എന്താ, കാർനോട്ട് സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഐഡിയൽ. ഓക്കെ, ഐഡിയൽ എന്ന് വെച്ചാൽ നമ്മളെ എൻജിൻ തന്നെ ഐഡിയൽ ആണല്ലേ. അതായത് അതിൽ വേറൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ലോസ് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണ്. അതായത് നമ്മൾ മറ്റെന്തെങ്കിലും ഫോമിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ തിരിച്ച് പഴയ ഫോമിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് അത് റിവേഴ്സിബിൾ ആണ്. ക്ലോസ്ഡ് തെർമോഡൈനാമിക് സൈക്കിളാണ്. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ എന്താ, അവിടെ there is no transfer of energy or matter. ഓക്കെ ആണോ, ട്രാൻസ്ഫർ ഓഫ് എനർജി ഓർ മാറ്റർ. ഓക്കെ,
ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്. ആ ഗ്രാഫ് വെച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ പ്രഷർ വോളിയം ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്. 3 തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സ് 1 to 2, 1 മുതൽ 2 വരെ എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. 1 മുതൽ 2 വരെ എന്തുവാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. 2 മുതൽ 3 വരെ എന്താ? അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. 3 മുതൽ 4 വരെ എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ ആണ്. 4 മുതൽ 1 വരെ എന്താണ്? അഡയബാറ്റിക് കംപ്രഷൻ ആണ്. ഇതാ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സിനെ നമ്മൾ Q1 എന്ന് വിളിക്കും. ഓക്കെ ആണോടാ? ഐസോതെർമൽ എക്സ്പാൻഷനെ എന്തെന്ന് വിളിക്കോടാ? Q1 എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രോസസ്സ് ഐസോതെർമൽ കംപ്രഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? Q2 എന്ന് വിളിക്കും. ഓക്കെ ആണോടാ? ഈ പോയിന്റിലെയും ടെമ്പറേച്ചർ സെയിം ആണ്. ഇവിടെയും ടെമ്പറേച്ചർ വ്യത്യാസമാണ്. ഇവിടെയും ടെമ്പറേച്ചർ സെയിം ആണ്. 4ലും 1ലും ടെമ്പറേച്ചർ വ്യത്യാസമാണ്. ഇവിടെ നോക്കൂ, 1ൽ ടെമ്പറേച്ചർ T1, 2ൽ ടെമ്പറേച്ചർ T1. അപ്പോൾ ഇവിടെ നിന്ന് T1 1 മുതൽ 2 വരെ നോക്കാം. 1 മുതൽ 2 വരെ എന്താ സംഭവിക്കുന്നത്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. സ്വാഭാവികമായിട്ട് അതെന്താ? ഐസോതെർമലാണ്, ടെമ്പറേച്ചറിന് മാറ്റമില്ല. 2 മുതൽ 3 വരെ എന്താ? അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അവിടെ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്? അല്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല, ടെമ്പറേച്ചറിന് വ്യത്യാസം വരും. അപ്പം 3ലെത്തപ്പം ടെമ്പറേച്ചർ T2 ആവും. അടുത്ത 3ൽ നിന്ന് 4ലേക്ക് എന്താ സംഭവിക്കുന്നത്? ഐസോതെർമൽ കംപ്രഷൻ ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്? ടെമ്പറേച്ചർ T2 തന്നെയാണ്. ഇനി ഇതാ ഇങ്ങോട്ട് അടുത്ത പ്രോസസ്സ് നോക്കി. ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ് അഡയബാറ്റിക് കംപ്രഷൻ. T1 എന്തായി മാറും? T2 ആയി മാറും. അപ്പോൾ എന്തിലൊക്കെയാണ് ടെമ്പറേച്ചർ മാറുന്നത്? അഡയബാറ്റിക് പ്രോസസ്സുകൾ രണ്ടിലും ടെമ്പറേച്ചർ മാറുന്നുണ്ട്. ഐസോതെർമൽ പ്രോസസ്സിലാണ് ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ ആണോ? ഈ കാര്യവും കൂടെ പഠിച്ചു വയ്ക്കുക. അടുത്തതായി നമുക്ക് ഓരോ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. വേറൊന്നുമില്ല, ഐസോതെർമൽ എക്സ്പാൻഷൻ എന്താ നമ്മൾ ചെയ്യുന്നത്? വർക്കിംഗ് സബ്സ്റ്റൻസിനെ യൂഷ്വലി ഗ്യാസ് ആണ്, പിസ്റ്റൺ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനെ എവിടെ കൊണ്ടുപോയിക്കും? നമ്മൾ ആദ്യം ഹോട്ട് റിസോഴ്സ് അഥവാ സോഴ്സിൽ കൊണ്ടുപോയിക്കും, അല്ല ആ സോഴ്സിൽ കൊണ്ടുപോയിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കും. നമ്മൾ പടമൊക്കെ വരച്ച് പഠിച്ചല്ലേ, എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കും. അതെന്ത് ചെയ്യോടാ? ഹീറ്റ് അബ്സോർവ് ചെയ്ത് അതെന്ത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അബ്സോർവ് ചെയ്ത് അത് മേളിലോട്ട് പോകും. രണ്ടാമത് എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? അതിനെ എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കും. ദ വർക്കിംഗ് സബ്സ്റ്റൻസ് കണ്ടിന്യൂ ടു എക്സ്പാൻഡ് ബട്ട് നൗ വിത്തൗട്ട് ഗെയിനിങ് ഓർ ലൂസിങ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് ലോസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യാതെ എന്ത് ചെയ്യോടാ? അത് എന്താ ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണോ? അതെവിടെ? ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ഉള്ള പ്രോസസ്സാണ്. മൂന്നാമതായി എന്താ സംഭവിക്കുന്നത്? ഐസോതെർമൽ കംപ്രഷൻ ആണ്. അല്ലെ, ഈ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഉടനെ എടുത്ത് അതിനെ എവിടെ വയ്ക്കോടാ? സിങ്കിൽ എടുത്ത് വയ്ക്കും. കോൾഡ് റിസർവോയർ അഥവാ സിങ്കിൽ എടുത്ത് വയ്ക്കും. അവിടെ എന്താ നടക്കുന്നത്? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുകയും ഇതെന്ത് ചെയ്യുകയും ചെയ്യോടാ? കംപ്രസ് ചെയ്ത് താഴോട്ട് വരും. അടുത്ത 4ാമത്തെ പ്രോസസ്സിൽ നമ്മൾ അതിനെ ഉടനെ എടുത്ത് എവിടെ വയ്ക്കുന്നത്? ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ എടുത്ത് വയ്ക്കും. അതിനെ അഡയബാറ്റിക് കംപ്രഷൻ ആണ്. ഇവിടെ കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉടനെ എടുത്ത് മാറ്റി വെക്കുകയാണ്. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാതെ കംപ്രഷൻ നടക്കുന്നുണ്ട്. അതിനെ എന്തെന്ന് വിളിക്കും? അഡയബാറ്റിക് കംപ്രഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണോടാ? ഇത് തന്നെയാണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് കംപ്രസ്ഡ് ഫർദർ ബട്ട് നൗ വിത്തൗട്ട് എക്സ്ചേഞ്ചിങ് ഹീറ്റ് വിത്ത് ദ സറൗണ്ടിങ്ങിലും അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡുമായിട്ട് അല്ലെങ്കിൽ സോഴ്സുമായിട്ട് ഹീറ്റിന് ട്രാൻസ്ഫർ ഇല്ലാതെ ഇത് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. ഓക്കെ ആണോടാ? ഇവിടെ ഇവിടുത്തെ വർക്ക് ഡൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആൻഡ് ടെമ്പറേച്ചർ. ഇവിടുത്തെ വർക്ക് ഡൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ ആണോടാ? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലടാ? 4 പ്രോസസ്സ് ഏതൊക്കെയാ? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഐസോതെർമൽ അഡയബാറ്റിക്. ആദ്യത്തെ 2 എക്സ്പാൻഷൻ, അവസാനത്തെ 2 കംപ്രഷൻ. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? ഇങ്ങനെയാണ് സൈക്കിൾ വരുന്നത്. മനസ്സിലായില്ലേടാ? ഇനി നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ഒന്ന് നോക്കാടാ. നെറ്റ് എഫിഷ്യൻസി നിങ്ങളൊന്ന് പറഞ്ഞേടാ. നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ്. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അതിനനുസരിച്ച് അത് എത്ര വർക്ക് ഡൺ ചെയ്യുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നേടാ? നെറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഇങ്ങോട്ട് നോക്കിക്ക്, ഞാൻ എഫിഷ്യൻസി എഴുതുകയാണ്. ഈറ്റ എന്ന് എഫിഷ്യൻസി എഴുതുകയാണ്. ഓക്കെ, പലരും പല രീതിക്ക് എഴുതുന്നുണ്ട്. ഈറ്റ, അതാണ് എഫിഷ്യൻസിയുടെ ചിഹ്നമാണ് ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് എന്താ? എത്രത്തോളം ഇത് വർക്ക് ഡൺ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് ചേഞ്ച് ഇൻ ഹീറ്റ് ആണ് നമുക്ക് ഇവിടെ പറയുന്ന വർക്ക് ഡൺ. അതായത് Q1 - Q2.
ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എത്രയാ, ആദ്യം എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ഇതാ ഒരു സോഴ്സിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ ഗ്രാഫിൽ കാണിച്ചു ആദ്യത്തെ പ്രോസസ്സിൽ നമ്മൾ എത്ര ഹീറ്റാണ് അവിടെ വരുന്നത്, Q1 ഹീറ്റാണ് വരുന്നത്. ഓക്കെ അല്ലേടാ, ആദ്യം എത്ര ഹീറ്റാണ് വരുന്നത്, Q1 ഹീറ്റാണ് വരുന്നത്. അപ്പം നെറ്റ് എഫിഷ്യൻസി എന്താ, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ Q1 ആണ്. ആദ്യം നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ആ ഗ്യാസ് അഥവാ പിസ്റ്റൺ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എത്രയാ, Q1 ആണ്. അപ്പം വർക്ക് ഡിവൈഡഡ് ബൈ Q1 ആണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം എന്താ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ, Q1 മൈനസ് Q2 ആണ്. അതായത് എന്താ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനനുസരിച്ച് എത്രത്തോളം ഹീറ്റ് അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് ഇത് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ എഫിഷ്യൻസി. ഓക്കെ ആണോ, അതായത് ചേഞ്ച് ഇൻ എന്താ ഹീറ്റ് ആണ് അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ഹീറ്റ് Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന ആദ്യം സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഹീറ്റ് എത്രയാ, Q1 ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 ആണ്. ഓക്കെ ആണോടാ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ, ഇതിനെ ഞാൻ ഇതാ ഇങ്ങോട്ട് മാറ്റി Q1 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2 ബൈ Q1 എന്ന് എഴുതുകയാണ്. Q1 ബൈ Q1 എന്താ 1 ആണല്ലേ, 1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. ഓക്കെ ആണോ, Q2ൻ്റെ പ്രോസസ്സും Q1ൻ്റെ പ്രോസസ്സുമാണ്. ഓക്കെ ആണോ, ഇങ്ങനെ എഴുതിക്കൂടെ, Q2 ഡിവൈഡഡ് ബൈ Q1. ഓക്കെ ആണോ, എഫിഷ്യൻസി ഇതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. ഈറ്റ ഈക്വൽ ടു 1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. ഓക്കെ അല്ലേടാ, ഈറ്റ് Q2 എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് ആ എഞ്ചിൻ നൽകുന്ന ഹീറ്റിനെയാണ് Q2 എന്ന് പറയുന്നത്. അത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ Q1 എന്നാണ് വിളിക്കുന്നത്. ആ ഗ്രാഫ് വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മാത്രം മതി. ഓക്കെ ആണോ, ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഒരു രീതിക്കും കൂടെ നമുക്ക് പറയാനുണ്ട്. എന്തായത്, നെറ്റ് എഫിഷ്യൻസി ഈക്വൽ ടു 1 മൈനസ് T1 ബൈ T2. T1 എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യമുള്ള ടെമ്പറേച്ചർ ഏത് പ്രോസസ്സിൽ, ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് അഡയാബാറ്റിക് വരെയുള്ള ടെമ്പറേച്ചറാണ് T1 എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ, T2 എന്താ, T2 എന്ന് പറയുന്ന അഡയാബാറ്റിക് പ്രോസസ്സിലുള്ളതാണ്. അഡയാബാറ്റിക്കിൽ നിന്ന് ഐസോതെർമൽ പ്രോസസ്സ് വരെയുള്ള ടെമ്പറേച്ചറാണ് T2 എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും, 1 മൈനസ് T1 ഡിവൈഡഡ് ബൈ T2. അതിൻ്റെ ഡെറിവേഷനൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഹീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. എഫിഷ്യൻസി ഈക്വൽ ടു 1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 ആണ്. ഓക്കെ അല്ലേടാ, സിമ്പിൾ അല്ലേടാ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് നമുക്ക് കിടക്കാം. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ എൻതാൽപ്പി പഠിച്ചല്ലേ, എൻതാൽപ്പി പഠിച്ച നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ, എൻട്രോപ്പി എന്ന് പറയുന്നത് മറ്റൊരു ടേമാണ്. ശ്രദ്ധിക്കുക, മറ്റൊന്നുമില്ല. എൻട്രോപ്പി ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷർ ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ റാൻഡംനെസ്സോ ഡിസോർഡറിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. ഡിസോർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, സിമ്പിളാണ്. ഇതപ്പോൾ എൻ്റെ മുടി ഞാനിപ്പോൾ കോതി ഒതുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ചീകാതെ ഇങ്ങനെ കൈയിട്ട് ഇളക്കി പല രീതിക്ക് വെച്ചിരിക്കുന്നു. ആ പല രീതിക്ക് വെച്ചിരിക്കുന്ന ഒരു ഡിസോർഡർലി ഫാഷനുണ്ട്. ആ ഫാഷൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോടാ, ശ്രദ്ധിക്കുക, വേറൊന്നുമില്ല. അതായത് ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് വെച്ച് നമുക്ക് പറയാം. ഓക്കെ, അതിൻ്റെ ഫിഗർ ഇതാ നോക്കിയേ, സോളിഡ് ലിക്വിഡ് ഗ്യാസിൻ്റെ ഒരു ഫിഗർ നോക്കി. സോളിഡിൽ പാർട്ടിക്കിൾസ് എല്ലാം എന്താ, ഒരേ രീതിക്ക് അടുക്കിയാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ലിക്വിഡ് ആകുമ്പം കുറച്ചും കൂടെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ വരും. ഗ്യാസ് ആകുമ്പം നല്ല ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണ്, ഇതിലേതിനായിരിക്കും എൻട്രോപ്പി കൂടുതൽ, ഏതിനായിരിക്കും എൻട്രോപ്പി ഏറ്റവും കൂടുതലുള്ളത്? ഏറ്റവും റാൻഡമായിട്ട് ഡിസോർഡറായിട്ട് പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഗ്യാസിലാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻട്രോപ്പി ഏറ്റവും കൂടുതൽ ഗ്യാസിലായിരിക്കും. അത് കഴിഞ്ഞ് ലിക്വിഡിന്, അത് കഴിഞ്ഞ് സോളിഡിന്. ഓക്കെ ആണോടാ? അപ്പം എന്താ എൻട്രോപ്പി എന്ന് പറയുന്നത്? ഒരു കാര്യത്തെ അടുക്കിയിരിക്കുന്ന അതിൻ്റെ റാൻഡംനെസ്സിനെ, ഓക്കെ, ഡിസോർഡർലി മാനറിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. അതൊരു തെർമോഡൈനാമിക് ഫങ്ഷനാണ്. ഓക്കെ ആണോ? എൻട്രോപ്പി എന്താടാ? തെർമോഡൈനാമിക് ഫങ്ഷനാണ്. അതൊരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. ഓക്കെ ആണോടാ? ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് ഫങ്ഷൻ. അതെന്തോ ആടാ? ഒരു തെർമോഡൈനാമിക് ഫങ്ഷനാണ്. എൻട്രോപ്പി എന്തോന്നാണ്? ഒരു തെർമോഡൈനാമിക് ഫങ്ഷനാണ്. അതെന്താ? ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. ഓക്കെ ആണോടാ? അത് സ്റ്റേറ്റ് ഫങ്ഷനാണ്.
കാരണം അത് പോകുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രോസസ്സ് അത് എങ്ങനെ വന്നു എന്ന് നമ്മൾ പറയുന്നില്ല. അതിപ്പോൾ എന്താണോ അതിൻ്റെ റാൻഡംനെസ് ആണ് നമ്മൾ പറയുന്നത്, അത് പാത്ത് ഫോളോ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയി, പ്രശ്നമൊന്നുമില്ല, അവിടെ നമുക്ക് എൻട്രോപ്പി അളക്കാം, അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, പ്രശ്നമില്ല, അതിൻ്റെ പാത്ത് ഒരു വിഷയമല്ല. ഇനി എൻട്രോപ്പി കാണിക്കുന്ന സിമ്പൽ എന്താടാ? എൻട്രോപ്പിയുടെ സിമ്പൽ എസ് ആണ്. എൻട്രോപ്പിയുടെ സിമ്പൽ എന്താടാ? എസ് ആണ്. അതിനെ എസ് ഡിഗ്രി, ഇതായി എസ് ഡിഗ്രി എന്നും കാണിക്കും. സ്റ്റാൻഡേർഡ് സിമ്പൽ എസ് ആണെങ്കിലും എസ് ഡിഗ്രി ആയിട്ടാണ് പൊതുവെ നമ്മൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ യൂണിറ്റ് പഠിക്കാനുണ്ട്. എസ് ഐ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. എന്തുവാടാ? ജൂൾ പെർ കെൽവിൻ പെർ മോളാണ് എൻട്രോപ്പിയുടെ യൂണിറ്റ്. അത് പഠിച്ചു വെച്ചിരിക്കുക. എൻട്രോപ്പിയുടെ യൂണിറ്റ് എന്താ? ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. ഓക്കെ അല്ലേടാ? അപ്പം എൻട്രോപ്പി എന്താടാ? ഒരു വസ്തുവിനകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ റാൻഡംനെസ് അഥവാ ഡിസോർഡർ, ഒരു സിസ്റ്റത്തിനകത്തുള്ള റാൻഡംനെസ് അഥവാ ഡിസോർഡറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എൻട്രോപ്പി എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കൂടാ? എൻട്രോപ്പി എന്ന് വിളിക്കും. അതെന്താ? ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം എസ് ആണ്. എസ് ഡിഗ്രിയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ യൂണിറ്റ് എന്താ? ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. എൻട്രോപ്പി ഏറ്റവും കൂടുതലുള്ള ഏതിലാടാ? ഗ്യാസിലാണ്. അത് കഴിഞ്ഞാൽ ലിക്വിഡിലാണ്. ഏറ്റവും കുറവ് ഗ്യാസിലാണ്. ഓക്കെ അല്ലേടാ? ഇതാ ഇങ്ങോട്ട് നോക്കിയ പടത്തിൽ തന്നെ ഉണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഓർഡർലി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് റാൻഡംനെസ് കുറവാണ്. ഡിസോർഡർ കുറവാണ്. അപ്പോൾ എൻട്രോപ്പി എന്തായിരിക്കും? കുറവായിരിക്കും. അടുത്ത ഇതിൻ്റെ എൻട്രോപ്പി കുറച്ചും കൂടെ, സോളിഡിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ ഡിസോർഡറിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻട്രോപ്പി ഇതിനേക്കാൾ അല്പം കൂടെ കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മളെ ഗ്യാസിലാണ്. ഒരു തരത്തിലും ഓർഡറും ഇല്ല, അറേഞ്ച്മെൻറ്റും ഇല്ല. അത് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും ആ പാർട്ടിക്കിൾസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ഉള്ളത് ഗ്യാസിനാണ്. ഓക്കെ അല്ലേടാ? മനസ്സിലായില്ലേ? അടുത്ത ഭാഗത്തേക്ക് പൊക്കൂടേടാ. അടുത്ത ഭാഗം വേറൊന്നുമില്ല, ചേഞ്ച് ഇൻ എൻതാൽപ്പി. ചേഞ്ച് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നേടാ? ഡെൽറ്റ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡെൽറ്റ യു, ഡെൽറ്റ ഡബ്ല്യു, ഡെൽറ്റ എച്ച് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണല്ലേ. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്താടാ? എൻട്രോപ്പിയാണ്. എൻട്രോപ്പിയിൽ ചേഞ്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫൈനൽ എൻട്രോപ്പി മൈനസ് ഇനിഷ്യൽ എൻട്രോപ്പി. എളുപ്പമല്ലേ ചേഞ്ച് കണ്ടുപിടിക്കാൻ? ഫൈനലിൽ നിന്ന് ഇനിഷ്യൽ മൈനസ് ചെയ്യുക. ഫൈനൽ എൻട്രോപ്പി മൈനസ് ഇനിഷ്യൽ എൻട്രോപ്പി. അടുത്ത മറ്റൊരു ടേം ഉണ്ട്. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി. ക്യൂ ഓഫ് ആർ ഇ ബി. ആർ ഇ ബി? റിവേഴ്സിബിൾ. ഹീറ്റ് റിവേഴ്സിബിൾ ആണ്. ഹീറ്റിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലെ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? എൻട്രോപ്പി കിട്ടും. റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലെ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ക്യൂ ഡിവൈഡഡ് ബൈ ടി, അതായത് ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ എൻതാൽപ്പി കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ഇത് വെച്ചിട്ടാണ്. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഫൈനൽ എൻതാൽപ്പി മൈനസ് ഇനിഷ്യൽ എൻതാൽപ്പി. ഇത് സെക്കൻഡറി ആയിട്ട് മാത്രമേ വരുള്ളൂ, പക്ഷേ ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലെ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻട്രോപ്പി കിട്ടും. ഓക്കെ ആണോടാ? അടുത്തതിലേക്ക് പൊക്കൂടെ? ഓക്കെടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. അടുത്തത് സീറോത്ത് ലോ പറഞ്ഞു, ഫസ്റ്റ് ലോ പറഞ്ഞു. അടുത്ത എന്തായിരിക്കും? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബേസിക്, ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ലോ പ്ലേസസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ ഡയറക്ഷൻ ഓഫ് എ പ്രോസസ് ആൻഡ് സാറ്റിസ്ഫൈങ് ദ ഫസ്റ്റ് ലോ ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് ദ പ്രോസസ് വിൽ ഒക്കർ. ഓക്കെ ആണോടാ? അപ്പോൾ ഒരു കോൺട്രഡിക്ടറി ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിൻ്റെ ഡയറക്ഷനെ പറ്റി ഒന്നും തന്നെ നമ്മളടുത്ത് പറയുന്നില്ല അല്ലെ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അത് ഒന്നിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് പോകുമ്പോൾ മറ്റൊരു പോയിന്റിലോട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് പോകുന്നത്, ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു എനർജി അവിടെ ഉണ്ടാവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നെന്ന് വെച്ച് അവിടെ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നു ഇല്ലാതാവുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നു എന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അറിയാൻ പുതുതായിട്ടൊരു നിയമം കൊണ്ടുവന്നു. ഒരു പ്രോസസ്സ് നടക്കുമോ ഇല്ലയോ എന്നറിയാൻ, വെദർ ദ പ്രോസസ് ക്യാൻ ഒക്കർ ഓർ നോട്ട്, അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തടാ? പുതിയതായിട്ടൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ വളരെ സിമ്പിളാണ്, വേറൊന്നുമില്ല. ഓക്കെ, അതായത് ചൂട് കുറഞ്ഞ ഒരു വസ്തുവിൽ നിന്ന് ചൂട് കൂടിയ വസ്തുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. എളുപ്പമല്ലേ? സിമ്പിളാണ്. നമ്മൾ ഐസ് കൊണ്ടുവയ്ക്കുകയാണ്. ഐസും നിങ്ങൾ ഒരു ചട്ടുകം എടുത്ത് വയ്ക്കുകയാണ്. ഐസ് എടുത്ത് ചട്ടുകത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടുകം തണുക്കുമോ?
ഇല്ല. ചൂടാക്കിയ ചട്ടുകത്തിൽ എടുത്ത് വെച്ചാൽ ചട്ടുകം തണുക്കുമോ? ഇല്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഐസ് ഉരുകിപ്പോവും, അത്രയല്ലേ ഉള്ളൂ. ചൂട് കൂടിയ വസ്തുവിൽ നിന്ന് കുറഞ്ഞ വസ്തുവിലേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ഹീറ്റ് ഒരു കാരണവശാലും ഹീറ്റ് കുറഞ്ഞ വസ്തുവിൽ നിന്ന്, അതായത് നമ്മളെ സിങ്കിൽ നിന്ന് സോഴ്സിലേക്ക് എന്ത് പോകത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കത്തില്ല. ചൂട് കുറഞ്ഞ വസ്തുവിൽ നിന്ന് ചൂട് കൂടിയ വസ്തുവിലേക്ക് ഒരു കാരണവശാലും എന്ത് സംഭവിക്കത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കത്തില്ല. പിന്നെ മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട് ഇതിന്. എന്താന്ന് വെച്ചാൽ നമ്മൾ എഫിഷ്യൻസി പഠിച്ചല്ലടാ, കാർനോട്ട് എഞ്ചിൻ്റെയൊക്കെ തന്നെ നമ്മൾ എഫിഷ്യൻസി പഠിച്ചു. ഐഡിയൽ എഞ്ചിനാണ്, അത് റിയാലിറ്റി അല്ലെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാരണവശാലും ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും എന്താ 100% എഫിഷ്യൻസിയുള്ള 10% എഫിഷ്യൻസിയുള്ള ഒരു എഞ്ചിൻ തന്നെ ഇല്ല, ഒരു എഞ്ചിൻ പോലും ഇല്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളൊരു പ്രോസസ്സ് പഠിച്ചു. എന്താ? നമ്മളൊരു സൈക്കിളാണെന്ന് പറഞ്ഞു അല്ലടാ. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ കഴിഞ്ഞ് അടുത്തത് പിന്നെ എന്ത് വരണം? ഐസോതെർമൽ എക്സ്പാൻഷൻ വരണം. അതായത് ഹീറ്റ് തീരെ ഇല്ലാത്ത ഭാഗത്ത് നിന്ന് എങ്ങോട്ട് പോകണം? ഹീറ്റ് കൂടിയ ഭാഗത്തേക്ക് പോകണം. നടക്കുന്ന കാര്യമാണോടാ? നടക്കുന്ന കാര്യമല്ല. ഹീറ്റ് കുറഞ്ഞതിൽ നിന്ന് ഒരു കാരണവശാലും ഹീറ്റ് എന്ത് ചെയ്യത്തില്ല? കൂടിയതിലേക്ക് പോവത്തില്ല. അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി 100% ഉള്ള ഒരു വസ്തുവില്ല. ഓക്കെ ആണോടാ? അപ്പം എന്താ പറയുന്നത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഗീവ്സ് എ ഫണ്ടമെന്റൽ ലിമിറ്റേഷൻ ടു ദ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ആൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ എന്താ? ഒരു സിങ്ക് ആണല്ലേ, വളരെ എന്താ ഹീറ്റ് കുറഞ്ഞ ഒരു വസ്തുവാണ് റെഫ്രിജറേറ്റർ. കൂളിംഗ് ഒബ്ജക്റ്റ് ആണ്, കൂളിംഗ് എഞ്ചിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ റെഫ്രിജറേറ്ററിനെ വിളിക്കാം. അപ്പോൾ ആ റെഫ്രിജറേറ്ററിൽ ഹീറ്റ് വളരെ കുറവാണ്. അതിൽ നിന്ന് ഹീറ്റ് കൂടിയ ഒരു വസ്തുവിലോട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല? ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അതായത് ഇതിൻ്റെ എഫിഷ്യൻസി, ഈ റെഫ്രിജറേറ്ററിൻ്റെയും ഹീറ്റ് എഞ്ചിൻ്റെയും കോൾഡ് എഞ്ചിൻ്റെയും ഹീറ്റ് എഞ്ചിൻ്റെയും എഫിഷ്യൻസിയിൽ ഒരു ലിമിറ്റേഷൻ ആര് നൽകുന്നുണ്ട്? സെക്കൻഡ് ലോ നൽകുന്നുണ്ട്. ഓക്കെ അല്ലേടാ? ഇനി സെക്കൻഡ് ലോയ്ക്ക് തന്നെ പല രീതിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് പല ആളുകൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ? ഇറ്റ് സേസ് ദാറ്റ് എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ക്യാൻ നെവർ ബി യൂണിറ്റി അഥവാ 100%. ഒരു കാരണവശാലും ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി 100% ആവത്തില്ല. ഹീറ്റ് റിലീസ് ടു ദ കോൾഡ് റിസർവോയർ ക്യാൻ നെവർ ബി മെയ്ഡ് 0. അതായത് ഒരു സിങ്കിലോട്ടോ ഒരു കോൾഡ് റിസർവോയറിലോട്ടോ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്, അതായത് ഒരു ഹീറ്റ് ചൂട് കൂടിയ ഒരു വസ്തു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് കൊടുക്കാൻ പറ്റില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. ഓക്കെ ആണോ അവിടെ? ഓക്കെ അല്ലേ? ഈവൻ ദോ ആൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സെയിം വിത്ത് റെസ്പെക്ട് ടു ദെയർ കണ്ടന്റ്സ്, ഫോളോയിങ് ടു ആർ ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ്. ഇത് കണ്ട് ഈ പല നിയമങ്ങൾ വന്നപ്പം അതിൽ തന്നെ രണ്ട് ശാസ്ത്രജ്ഞർ പറയാൻ പറ്റത്തില്ല, രണ്ട് കൂട്ടരുണ്ട്. അവർ രണ്ടുപേരും എന്താ പുതിയ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, പുതിയതല്ല കുറച്ചും കൂടെ വിപുലീകരിച്ചൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. കെൽവിനും പ്ലാങ്കും ചേർന്ന് കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കുക. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. അപ്പം എന്താ പറയുന്നത്? കെൽവിനും പ്ലാങ്കും പറഞ്ഞത് മറ്റൊന്നുമല്ല. എന്താ? ഒരു കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രോസസ്സും പോസിബിൾ അല്ല. പിന്നെന്താ പറയുന്നത്? മുഴുവനായിട്ടും ഹീറ്റിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇന്റേണൽ എനർജിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം എന്താ പറയുന്നത്? കെൽവിൻ പ്ലാങ്ക് പറഞ്ഞ കാര്യം എന്താ? കെൽവിൻ പ്ലാങ്ക് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്താ? ഒരു സിങ്ക് അഥവാ കോൾഡ് റിസർവോയർ, തണുത്ത ഒരു വസ്തുവിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹീറ്റ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് സ്വാഭാവികമായിട്ട് തണുപ്പാണ്, ടെമ്പറേച്ചർ കുറഞ്ഞാണ്. ടെമ്പറേച്ചർ കുറഞ്ഞതിൽ നിന്ന് എന്താ അതിൽക്കാൾ കുറഞ്ഞതിലോട്ട് വേണമെങ്കിൽ പോകാം. പക്ഷെ അതിൽ കൂടുതൽ ടെമ്പറേച്ചറുള്ള ഒരു വസ്തുവിലേക്ക് എന്ത് ചെയ്യത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ടെമ്പറേച്ചർ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. പിന്നെന്താ പറയുന്നവർ? ഹീറ്റിനെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനെ കുറച്ചെങ്കിലും എന്തിലോട്ട് മാറ്റണം? ഇന്റേണൽ എനർജിയിലോട്ട് മാറ്റണം. അതാണ് ആര് പറഞ്ഞത്? കെൽവിനും പ്ലാങ്കും പറഞ്ഞത്. ഓക്കെ ആണോടാ? എങ്കിൽ അടുത്തത് മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാത്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ക്ലോഷ്യസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞാണ്. എന്താ അത്? നമുക്ക് നോക്കാം. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്ട് ടു എ ഹോട്ടർ ഒബ്ജക്ട്. സെയിം കാര്യം അല്ല, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? സെയിം കാര്യമാണ്. എന്താ ഒരു പ്രോസസ്? എന്താ? ഈസ് നോട്ട് പോസിബിൾ. എന്താ? ഹീറ്റ് കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രോസസ്സ് എന്തല്ല?
നടക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യം അല്ല എന്നാണ് ആര് പറഞ്ഞത്? ക്ലാഷസ് പറഞ്ഞത്. നേരത്തെ അവർ പറഞ്ഞ കാര്യം തന്നെയാണ് ആര് ക്ലോഷസും പറഞ്ഞത്. അതിനെ കുറച്ചും കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ സെയിം ആണ്, രണ്ട് കൂട്ടരും പറഞ്ഞത് സെയിം ആണ്, പക്ഷേ അതിനെ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ സിഗ്നിഫിക്കൻറ്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്താ? 100% എഫിഷ്യൻസി ഇൻ ഹീറ്റ് എഞ്ചിൻസ് ഓർ ഇൻഫിനിറ്റ് COP ഇൻ റെഫ്രിജറേറ്റേഴ്സ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 100% എഫിഷ്യൻസി നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഹീറ്റ് എൻജിൻസിന് അല്ലെങ്കിൽ കോൾഡ് റിസർവോയേഴ്സിൻ്റെ റെഫ്രിജറേറ്റേഴ്സിൻ്റെ എന്താ അതിൻ്റെ എഫിഷ്യൻസി ഒരു കാരണവശാലും യൂണിറ്റി അഥവാ എന്താവത്തില്ല, 100% ആവത്തില്ല. അതാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് ലോ പറയുന്നത്. എഫിഷ്യൻസി എന്താവത്തില്ല, 100% ആവത്തില്ല. പിന്നെന്താ? കോൾഡർ സോഴ്സിൽ നിന്ന് ഹോട്ടർ സോഴ്സിലോട്ട് എന്ത് പോകത്തില്ല? ടെമ്പറേച്ചർ അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഓക്കെ ആണോ? ഇവിടെ ഇൻഫിനിറ്റ് COP എന്താ? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഒരു വസ്തുവിൻ്റെ പെർഫോമൻസിനെ കാണിക്കുന്ന, അതിൻ്റെ എഫിഷ്യൻസിയെ കാണിക്കുന്ന കോഎഫിഷ്യന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് COP. റെഫ്രിജറേറ്റേഴ്സിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഒരു കാരണവശാലും എന്താവത്തില്ല, ഇൻഫിനിറ്റി ആവത്തില്ല. അത് വളരെ കൂടുതലാവത്തില്ല. അതിന് ഒരു വില, ഫിക്സഡ് ആയിട്ടുള്ള വില എവിടെയെങ്കിലും വരും, അത് ഇൻഫിനിറ്റിയിൽ എത്തി നിൽക്കത്തില്ല. അതിൻ്റെ കാരണം ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല? കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേടാ? നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമുള്ളൂ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷർ സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്താ? കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലോട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്യത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. പിന്നെന്താ? 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിനോ ഒരു കോൾഡ് എഞ്ചിനോ നിലവിലില്ല. അങ്ങനെ വരില്ല. അത് പോസിബിൾ അല്ല. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലടാ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്ന്, വാട്ട് ഈസ് എ കാർനോട്ട് എഞ്ചിൻ? എന്താ കാർനോട്ട് എഞ്ചിൻ? ഒന്ന്, എ റിയൽ ഹീറ്റ് എഞ്ചിൻ. റിയൽ ഹീറ്റ് എഞ്ചിൻ ആണോടാ കാർനോട്ട് എഞ്ചിൻ? കാർനോട്ട് എഞ്ചിൻ ഒരു ഹീറ്റ് എഞ്ചിൻ ആണ്. റിയൽ ആണോ? അല്ല. ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ റിയാലിറ്റി. ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആണ്, പക്ഷെ അത് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഐഡിയൽ ആണ്, അത് അവർ സമ്മതിച്ചു. യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോടാ? പറ്റൂ? ഇല്ല. ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് കനോട്ട് ബി മെയ്ഡ് ഇൻ റിയാലിറ്റി ആണ് എന്തോന്ന്? കാർനോട്ട് എഞ്ചിൻ. ഓക്കെ അല്ലേടാ? അപ്പൊ ഏതാ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് കനോട്ട് ബി മെയ്ഡ് ഇൻ റിയാലിറ്റി. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൗ മെനി സക്സസീവ് ഓപ്പറേഷൻസ് ആർ ഇൻവോൾവ് ഇൻ എ കാർനോട്ട് സൈക്കിൾ? ഒരു കാർനോട്ട് സൈക്കിളിൽ എത്ര പ്രോസസ് ഉണ്ടാ? തെറ്റിക്കാതെ പറയണം. എത്ര പ്രോസസ് ഉണ്ട്? 4 എണ്ണം. ഏതൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. എത്ര എണ്ണം ഉണ്ടാ? 4 എണ്ണം ഉണ്ടല്ലേ? 4 എണ്ണം ഉണ്ട്. ഓപ്ഷൻ സി 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. In which step of the Carnot cycle is the working substance in contact with the hot reservoir and absorbs heat at a constant temperature? അപ്പോൾ എന്താ പറയുന്നത്? കാർനോട്ട് സൈക്കിളിൻ്റെ ഏത് സ്റ്റെപ്പിലാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ഹോട്ട് റിസർവോയറിലോട്ട് വരികയും കോണ്ടാക്റ്റിൽ വരികയും അവിടെ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഹോട്ട് റിസർവോയർ അഥവാ സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പാ? സ്റ്റെപ്പ് 1 ആണല്ലേ? സ്റ്റെപ്പ് 1 എന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഏതാടാ? സ്റ്റെപ്പ് 1 ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡ്യൂറിംഗ് വിച്ച് സ്റ്റെപ്പ് ഓഫ് ദ കാർനോട്ട് സൈക്കിൾ ഡസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഡു വർക്ക് ഓൺ ദ സറൗണ്ടിങ്ങിലേക്ക് വർക്ക് ചെയ്യുന്നത് ഏത് പ്രോസസ്സിലാണെന്നാണ് ചോദിക്കുന്നത്. ഏത് പ്രോസസ്സിലാണ്? അതായത് നമ്മൾ ഹീറ്റ് കൊടുത്തു, ഒരു വസ്തുവിൽ കൊണ്ടുവച്ചപ്പോൾ ഹീറ്റ് കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു? അത് എക്സ്പാൻഡ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലാബിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഇത് സ്വയം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, സ്വയം വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഏത് പ്രോസസ്സാടാ? സ്റ്റെപ്പ് നമ്പർ 2 അഡയബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ അല്ലേടാ? അഡയബാറ്റിക് എക്സ്പാൻഷൻ, സ്വയം വർക്ക് ചെയ്യുന്ന പ്രോസസ് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അടുത്ത ചോദ്യം. ഇൻ ദ കാർനോട്ട് സൈക്കിൾ ഡ്യൂറിംഗ് വിച്ച് സ്റ്റെപ്പ് ഈസ് ഹീറ്റ് റിലീസ് ടു ദ കോൾഡ് റിസർവോയർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ? വളരെ സിമ്പിളാണ് അല്ലേ? കാർനോട്ട് സൈക്കിളിൻ്റെ ഏത് സ്റ്റെപ്പിലാണ് ഹീറ്റ് കോൾഡ് റിസർവോയറിലേക്ക് കൊടുക്കുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് കോൾഡ് റിസർവോയറിലേക്ക് കൊടുക്കുന്നത് ഏത് സ്റ്റെപ്പിലാണ്? നിങ്ങൾ പറഞ്ഞേടാ. സ്റ്റെപ്പ് 1-ലാണോ 2-ലാണോ 3-ലാണോ 4-ലാണോ? കോൾഡ് റിസർവോയറിൽ കൊണ്ടുവയ്ക്കുന്ന ഏത് സ്റ്റെപ്പ്? സ്റ്റെപ്പ് 3 ഐസോതെർമൽ കംപ്രഷനിലാണ്. ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ.
പറഞ്ഞടാ, വാട്ട് ഈസ് ദ നെറ്റ് എഫിഷ്യൻസി ഓഫ് ഫോർമുല ഓഫ് എ കാർനോട്ട് എഞ്ചിൻ? ഏതാടാ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിക്കുള്ള നമ്മുടെ ഫോർമുല ഏതാ? നമ്മൾ പഠിച്ചതാണ്, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇത് നോക്കി പറയാൻ പറ്റും. ഏതാ? Q1/Q2 ആണോ, Q2/Q1 ആണോ? അല്ല, Q1 - Q2/Q1 ആണ്. നമ്മൾ പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു. അപ്പോഴേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, Q1 - Q2/Q1 ആണ് എന്താ നമ്മുടെ നെറ്റ് എഫിഷ്യൻസി ഏതിൻ്റെ? കാർനോട്ട് എഞ്ചിൻ്റെ. അടുത്ത ചോദ്യം, which property is defined as the measure of randomness or disorder of a system? ഒരു സിസ്റ്റത്തിൻ്റെ റാൻഡംനെസ്സോ ഡിസോർഡറോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഏത് പ്രോപ്പർട്ടിയെയാണ്? ഏത് പ്രോപ്പർട്ടിയാണ്? ടെമ്പറേച്ചർ ആണോടാ, എൻതാൽപ്പി ആണോടാ, എൻട്രോപ്പി ആണോടാ, പ്രഷർ ആണോടാ? ഏതാ? എൻട്രോപ്പി ആണല്ലേടാ, എൻട്രോപ്പിയാണ് അല്ലേ. നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ റാൻഡംനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ ഇല്ലായ്മയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേടാ. അടുത്തത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ടു എക്സ്പ്രസ് എൻട്രോപ്പി? എൻട്രോപ്പി എക്സ്പ്രസ് ചെയ്യാനുള്ള യൂണിറ്റ് വളരെ സിമ്പിളാണ്, ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ് യൂണിറ്റ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? വായിച്ചിട്ട് പറഞ്ഞ് ഏതായിരിക്കുമോടാ? ഹീറ്റ് ക്യാൻ ആൾവേസ് ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. പറ്റോടാ? ഹീറ്റിനെ വർക്കിലോട്ട് പൂർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഹീറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം എ കോൾഡർ ഒബ്ജക്ട് ടു എ ഹോട്ടർ ഒബ്ജക്ട് വിത്തൗട്ട് എനി കോൺസിക്വൻസസ്. കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോടാ? പറ്റില്ല. നോ പ്രോസസ് ക്യാൻ ഹാവ് 100% എഫിഷ്യൻസി ഇൻ എ ഹീറ്റ് എഞ്ചിൻ. ശരിയല്ലേടാ? 100% എഫിഷ്യൻസി ഉള്ള ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടാടാ ഹീറ്റ് എഞ്ചിന്? ഹീറ്റ് എഞ്ചിന് തന്നെ 100% എഫിഷ്യൻസി ഇല്ല. അപ്പോൾ ഉണ്ടോ? ഇല്ല. അതിപ്പോൾ ശരി ഉത്തരം ഏതാ? സി ആണ്. ആൾ പ്രോസസ് ആർ റിവേഴ്സിബിൾ. എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആണ്. ആണോടാ? ആണെങ്കിൽ ഇതെന്തായേനെ? 100% എഫിഷ്യൻ്റ് ആയേനെ അല്ലേ? എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഐഡിയൽ ആയിട്ടുള്ള കാർനോട്ട് എഞ്ചിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, which statement represent the Kelvin-Planck statement of second law of thermodynamics? Heat cannot be completely converted into work. Heat can be transferred from a colder object to a hotter object. No process is possible whose sole result is absorption of heat from a reservoir. No process is possible whose sole result is transfer of heat to a reservoir. ഏതാടാ ഇതിൻ്റെ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ സി, നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ. ഒരു റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രോസസ്സും പോസിബിൾ അല്ലെന്നാണ് ആര് പറഞ്ഞത്? കെൽവിൻ പ്ലാങ്ക് പറഞ്ഞത് അല്ലേ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പം എല്ലാവർക്കും ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രോബ്ലം ചേർത്തുന്നുണ്ട്. നിങ്ങൾക്ക് വർക്കൗട്ട് ക്വസ്റ്റ്യൻസും മോക്ക് സെഷനുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.